സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വനം DFO ഓഫീസിന് സമീപത്തെ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആദിവാസി യുവാക്കൾ. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നിവരാണ് നിലമ്പൂർ സൗത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. പോലീസും വനപാലകരും താഴെ ഇറക്കാനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. അതിനിയും ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ഭൂമി പതിച്ച് നൽകിയിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമെന്നുള്ളത്. നിലമ്പൂർ സൗത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറിയാണ് യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നീ 2 യുവാക്കളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. പോലീസും വനപാലകരും താഴെ ഇറക്കാനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട മാസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് DFOയുമായി ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ചയോടെ DFO ഓഫീസിൽ എത്തിയതായിരുന്നു നഗർ നിവാസികൾ. ചർച്ചയിൽ അനുകൂല തീരുമാനമാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നീ 2 യുവാക്കളാണ് നിലമ്പൂർ സൗത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇവരെ ഇറക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യാ ഭീഷണി. ഏറെ നാളായി ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഇന്ന് ഉച്ചയോടെ DFO ഓഫീസിലെത്തി നഗർ നിവാസികൾ DFOയുമായി ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു അനുകൂല തീരുമാനം നഗർ നിവാസികൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം. ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആ പ്രതിഷേധം, ആത്മഹത്യാ ഭീഷണി തുടരുന്നു. നിലമ്പൂർ DFO ഓഫീസിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ മുണ്ടക്കടവ് ഉന്നതിയിലെ 2 യുവാക്കളാണ് ബാബുരാജ്, വിനീത് എന്നീ 2 യുവാക്കളാണ് നിലമ്പൂർ DFO ഓഫീസിലെ പാലമരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ചർച്ചയ്ക്ക് ഒരു അനുകൂല തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണി എന്നുള്ളതും കൂടിയാണ്. ഇതിനെ സംബന്ധിച്ചൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ ആവശ്യം, ഞങ്ങൾക്ക് വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി 18 കുടുംബത്തിൻ്റെതാണ് DFO ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള കുടുംബത്തിനും കൂടി എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് ആ കൈവശരേഖ ഞങ്ങളെ ആദിവാസി സമൂഹങ്ങൾക്ക് കൈമാറണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം DFOനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നും തീരുമാനമായിട്ടില്ല. ഉപരോധം നടത്തി. അന്ന് ഒരു കടലാസിൽ എഴുതിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇന്നും അതേപോലുള്ളൊരു നടപടിയാണ് DFO സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കടലാസിൽ ഒതുങ്ങുന്ന നിയമമല്ല, കടലാസ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ അവകാശം അത് 6 ഒപ്പിട്ട് എല്ലാ അവകാശപ്പെട്ട ആളുകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ 2-3 ആൾക്കാർ ഇപ്പോൾ മരത്തിൽ കയറിയിട്ടുള്ളത്, ആത്മഹത്യ ശ്രമം നടത്താൻ ശ്രമിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് DFO തലത്തിലുള്ള ആളായിരിക്കും. പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ആത്മഹത്യാ ഭീഷണിയെ കാണാമെന്നുള്ളതും കൂടിയാണ്. പക്ഷേ ഒരു ആത്മഹത്യാ ഭീഷണി അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ തുടർച്ചയായി പറയുന്നതാണ്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു ഉന്നതി നിവാസികൾ എന്നുള്ളത്. കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിലെ ബാബുരാജ്, വിനീത് എന്നീ 2 യുവാക്കളാണ് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. നിലമ്പൂർ സൗത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലെ മരത്തിൽ കയറിയാണ് ഭീഷണി മുഴക്കുന്നത്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ച് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഇന്ന് ചർച്ച DFOയുമായിട്ട് ഉണ്ടായിരുന്നു. ഉച്ചയോടെ ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ ഒരു അനുകൂല തീരുമാനം ഉന്നതി നിവാസികൾക്ക് ഉണ്ടായില്ല. അതിൻ്റെ പ്രതിഷേധം ഒരു ആത്മഹത്യാ ഭീഷണിയിലേക്ക് എത്തിയിരിക്കുന്നു.